ഹലോ, നമ്മൾ ഇന്ന് +1 പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. +1 ഫസ്റ്റ് ചാപ്റ്ററായ ലീവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വൺ ഓഫ് ദ സിമ്പിൾ ചാപ്റ്ററാണ്. ആൻഡ് ഓൾസോ ഈ ചാപ്റ്റർ എന്നാണ് നമ്മൾ ബോട്ടണി അഥവാ സുവോളജി അങ്ങനെ ബയോളജീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിത് പ്രോപ്പറായിട്ട് ഇത് അറിഞ്ഞ് പഠിച്ചു പോകണം. എന്നാലും മാത്രമാണ് നമ്മുടെ ബയോളജിക്കൽ വേൾഡിനെ പറ്റി തന്നെ നമുക്കൊരു ഐഡിയ ഏകദേശം കിട്ടുള്ളൂ. സോ എല്ലാം റെഡിയല്ലേ? സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്താണ്? ലീവിങ് വേൾഡ്. സോ ബൈ ദ ടേം ലീവിങ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ലീവിങ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ലീവിങ് ആണോ? അതെ, നമ്മളിവിടെ ലീവിങ് ആണ്. അതേപോലെ തന്നെ പ്ലാന്റ്സ് ഇവിടെ ലീവിങ് ആണ്. അങ്ങനെയുള്ള പല ഓർഗാനിസംസും ഇവിടെ ലീവിങ് ആണ്. എന്തുകൊണ്ടാണ് അവർ ലീവിങ് ആകുന്നത്? ദേ ഹാവ് ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവർക്കുണ്ട് അല്ലേ മക്കളെ? ലൈഫ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് അല്ലേ? സോ ആ ലൈഫ് ഓരോരോ ഓർഗാനിസത്തിൽ എങ്ങനെ വന്നു, അതെങ്ങനെ ഉണ്ടായി, അതെങ്ങനെയാണ് അവരെ തരംതിരിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ലീവിങ് വേൾഡിലേക്ക് പറയുന്നത്. സോ ലീവിങ് വേൾഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കൺസിഡർ ഒരു വലിയൊരു ഏരിയയിൽ കൺസിഡർ ചെയ്യാം. നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ ഏരിയയിൽ എത്ര പ്ലാന്റ്സ് ഉണ്ടാവും, എത്ര ആനിമൽസ് ഉണ്ടാവും. ഇനി ഇവർക്ക് എങ്ങനെയാണ് നമ്മൾ നെയിമിങ് ചെയ്യുക? നെയിം എങ്ങനെ കൊടുക്കുന്നു, ഇതിൻ്റെ എത്ര എണ്ണം, എത്ര ഗ്രൂപ്പ്, അതിൻ്റെ പാർട്ട്, അങ്ങനെയുള്ള പല രീതിയിൽ അതിനെ ക്ലാസിഫൈ നമുക്ക് ചെയ്യണ്ടേ? എന്നാൽ മാത്രമാണ് മുന്നോട്ടുള്ള സ്റ്റഡീസിന് അത് ഹെൽപ്ഫുൾ ആവും. സോ ലീവിങ് വേൾഡിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ലിവിങ് വേൾഡ്, എന്താണ് ഒരു ബയോഡൈവേഴ്സിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന കുറേ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾ റെഡിയല്ലേ മക്കളെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വാട്ട് ഈസ് ലീവിങ്? തന്നെ ചോദ്യം, ലീവിങ് എന്താണെന്നാണ്. ലീവിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ലൈഫ് ഉള്ള ഓർഗാനിസം ആണ് ലൈഫുള്ള ഓർഗാനിസം ആണ് എന്ത്? ലീവിങ് എക്സിബിറ്റ് ചെയ്യുക അല്ലേ? ലൈഫാണ്. ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് മൂവ്മെൻറ്റ് അങ്ങനെ പല പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ? അത് ഭൂമിയിൽ അതിന് ഒരു റോള് വഹിക്കാൻ പറ്റുള്ളൂ ഈ ലീവിങ് ആയതുകൊണ്ട് മാത്രം. സോ അതുകൊണ്ട് തന്നെ ലീവിങ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലീവിങ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറേ എന്തുണ്ട്? ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആയിരിക്കും നമ്മളിവിടെ പഠിക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ലീവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫുള്ള ഓർഗാനിസം അത് സസ്റ്റെയിൻ ചെയ്യുന്നത്, എർത്തിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു മക്കളെ? ലീവിങ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ഇറ്റ് ഈസ് ഏബിൾ ടു പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫുഡ്, അല്ലെങ്കിൽ കൺസ്യൂമിങ് ഇറ്റ്സ് ഓൺ ഫുഡ്, അതിന് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനോ, ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനോ, ഓർ ഇൻഡിപെൻഡൻറ്റ് ഓർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതേപോലെ വാരിയസ് ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സ് അതിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈഫ് പ്രോസസ് അതിനെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ ലീവിങ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ലീവിങ്? വാട്ട് ഈസ് ലീവിങ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി പറയാം. അപ്പോൾ എന്തായിരിക്കും ലീവിങ് എന്ന് പറയുമ്പോൾ? ലൈഫ് എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലേ? അതായത് അതിന് സ്വന്തമായിട്ട് ലൈഫ് പ്രോസസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? നമുക്ക് അത് ലീവിങ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല മക്കളെ. സോ വാരിയസ് ലൈഫ് പ്രോസസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോ? നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടതാണ് ലൈഫ് പ്രോസസ്സിന്റെ കാര്യങ്ങൾ. ഓക്കെ, സോ വാരിയസ് ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സ് ആണ് അത് എക്സിബിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ ലീവിങ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ എന്താണ് അവിടെയുള്ള ഫാക്ടർ? ലൈഫിന്റെ ഫാക്ടർ എന്താണ്? ലൈഫ് പ്രോസസ്സ് അല്ലേ? പ്രോസസ്സുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ലൈഫ് പ്രോസസ്സ്. അപ്പോൾ ഈ ലൈഫ് പ്രോസസ്സ് എന്തൊക്കെയായിരിക്കും ലൈഫ് പ്രോസസ്സ് എന്നുള്ള കാര്യം നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ലീവിങ് എന്ന് പറഞ്ഞ ഒരു ഡിറ്റർമിനേഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ ഇത്രയും കോൺസെപ്റ്റ്സ് റെഡി അല്ലേ? കറക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡെപ്ത് ആയിട്ട് പോകാൻ കേട്ടോ. സോ റെഡി അല്ലേ? ഓക്കെ. സോ ശ്രദ്ധിച്ചോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീവിങ് ഓർഗാനിസം. മക്കളെ എന്താണ് ഒരു ലീവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? അതിനു മുന്നേ സാർ ചോദിച്ചു ലൈഫ് പ്രോസസ് എക്സിബിറ്റ് ചെയ്യണം. എന്തൊക്കെയായിരിക്കും നമ്മുടെ ലൈഫ് പ്രോസസ്സ്? അത് നമുക്കത് പറയാം. ലൈഫ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് മൂവ്മെൻ്റ് ഉണ്ട്, അതിൽ റെസ്പിറേഷൻ,
റീപ്രൊഡക്ഷൻ വരും, എക്സ്ക്രീഷൻ, അതേപോലെയുള്ള മറ്റുള്ള പ്രോസസ്സുകൾ, ഗ്രോത്ത്, അങ്ങനെയുള്ള പ്രോസസ്സ് ഒക്കെ എന്തിൽ വരും? ലൈഫ് പ്രോസസ്സിൽ വരും. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ചോ. ഇനി നമുക്ക് നോക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലിവിങ് ഓർഗാനിസം ആണ്. എന്തൊക്കെയാണ് മക്കളെ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പണ്ട് നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ആ രീതി തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ടേംസ് നിങ്ങളെ മൈൻഡിൽ വെക്കണം. നമ്പർ 1 വി ഹാവ്, എന്താണ് മക്കളേത്? ഗ്രോത്ത് ആണ്. ഫസ്റ്റത്തെ ആളാരാണ്? ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ ഗ്രോത്ത് ആണ്? പ്ലാന്റ്സിന്റെ കേസിലും നമുക്കത് പറയണം, പ്ലാന്റ് ആൻഡ് ആനിമൽ, ഇവരുടെ കേസിൽ നമുക്ക് എന്ത് പറയണം മക്കളെ? ഗ്രോത്തിന്റെ ഒരു ഫാക്ടർ പറയണം. സോ ഗ്രോത്ത് ആയിട്ട് ആർക്കൊക്കെയാണ് ഗ്രോത്ത് ഉള്ളത്? പ്ലാന്റ്സ്, ആനിമൽസ്, നമ്മൾ ഓർഗാനിസത്തിന്, മറ്റുള്ള ഓർഗാനിസം ആൻഡ് അതേഴ്സ് നമുക്ക് എഴുതാം. അതേഴ്സ് ഇവർക്കൊക്കെ എന്തുണ്ട്? ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മൾ വളരുന്നുണ്ട് എന്നാലല്ലേ, അതുകൊണ്ട് നമ്മൾ ലീവിങ് നമുക്കൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണ്? ഗ്രോത്ത് തന്നെയാണ്. ലീവിങ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? ഗ്രോത്ത് തന്നെയാണ്. ഇനി നോക്ക് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാവും? അത് സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ടാവും, അതേപോലെ വേറെന്താണ്? അസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ടാവും, അല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ടാവും, അസെക്ഷുവൽ റീപ്രൊഡക്ഷനും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പ്ലാന്റ്സിന്റെ കേസിലാകുമ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റീപ്രൊഡക്ഷൻ വൺ ഓഫ് ദ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്, ക്രൈറ്റീരിയൻ തന്നെയാണ്, അല്ലേ? നമുക്കറിയാം റീപ്രൊഡക്ഷൻ്റെ കേസിലാകുമ്പോൾ അതിൽ പ്ലാന്റ്സും ആനിമൽസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ അത് പൊസസ് ചെയ്യും. അപ്പോൾ അതിൽ വേറെയുള്ള ഓർഗാനിസം ആണെങ്കിലും അതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻസ് അത് പൊസസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് റീപ്രൊഡക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രോത്തിനെ കുറിച്ചും പഠിച്ചു, റീപ്രൊഡക്ഷനെ കുറിച്ചും നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് ഡെപ്തായിട്ട് നമുക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് മെറ്റബോളിസം എന്താണ്. ഇവിടെ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ബോഡി കാണിക്കുന്ന കുറച്ച് റിയാക്ഷൻസുകളാണ്. ബോഡി പല കെമിക്കൽ റിയാക്ഷൻസ് ത്രൂ ഔട്ട് ദ ബോഡി അവിടെ ഹാപ്പൻ ചെയ്യണം. അപ്പോൾ അതിലുണ്ടാകുന്ന കുറച്ച് പ്രോസസ്സാണ് എന്ത്? കാറ്റബോളിസം, അനബോളിസം, അല്ലേ? എന്താണ് മക്കളെ? കാറ്റബോളിസം and we have anabolism. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മൈൻഡിൽ വെച്ചോളേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. അപ്പോൾ നമുക്ക് മെറ്റബോളിസത്തിൽ കാറ്റബോളിസം, അനബോളിസത്തെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. എന്താണ് കാറ്റബോളിസം, അനബോളിസം നമുക്ക് അടുത്ത സ്ലൈഡിലൊക്കെ നമുക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, സീനില്ല. ഇനി നോക്ക് ബോഡി ഓർഗനൈസേഷൻ. എന്തൊക്കെയായിരിക്കും മക്കളെ ബോഡി ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്? ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡീൻ്റെ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് നമ്മൾ എന്താണ്? ഒരു സെല്ലിൽ നിന്ന് പിന്നീട് നമ്മൾ ടിഷ്യൂ ആയിട്ട് മാറി, ടിഷ്യൂ ലെവലിൽ നമ്മളൊരു ഓർഗൻ ലെവലായിട്ട് മാറി, ഓർഗൻ ലെവലിൽ നിന്ന് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവലായിട്ട് മാറി, പിന്നെ അങ്ങനെ ഈ രീതിയിൽ നമ്മളൊരു ഫുൾ ബോഡി ആയിട്ട് അങ്ങനെ ഒരു ഓർഗാനിസം ആയിട്ടാണ് നമ്മൾ മാറുന്നത്. സോ ഓർഗൻ സിസ്റ്റം ലെവൽ അതുവരെ എത്തുന്ന ഒരു പ്രോസസ്സ്, അതായത് ഒരു സെല്ലിൽ നിന്ന് ഒരു സെല്ല് പിന്നെ ടിഷ്യൂ ആയി, ടിഷ്യൂ കൂടി ചേർന്ന് പിന്നെ ഒരു ഓർഗനായി, ഓർഗൻ പിന്നെ ഒരു ഓർഗൻ സിസ്റ്റമായി, ഒരു സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് എന്ത് ബോഡി ഓർഗനൈസേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയേണ്ടത്. സോ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? എന്ന് ശ്രദ്ധിച്ചോ. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ ഒരു എബിലിറ്റിയാണ്. എബിലിറ്റി എന്തിൻ്റെ എബിലിറ്റിയാണ് മക്കളെ? എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് എബിലിറ്റി ആയിരുന്നു? അത് സറൗണ്ടിങ്സുമായിട്ട് അതിനൊരു ബോധം ഉണ്ടാകുന്നത് ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സണ്ണാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഹീറ്റ് ഉണ്ട്, നമ്മുടെ ബോഡിക്ക് ഹീറ്റ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സറൗണ്ടിങ്, ആ ഒരു ബോധം, ആ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയും നമ്മളെ, അതാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്താണ്? കോൺഷ്യസ്നെസ്. അതുകൊണ്ട് നമുക്ക് ബ്രെയിൻ അങ്ങനെയുള്ള ഓർഗൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയ നമുക്കത് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ എന്താന്ന് പറയുന്നത്? നമ്മൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സീനിലല്ലോ? ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ. അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് എന്താണ്? റെസ്പോൺസ് ടു സ്റ്റിമുലേ. നമുക്കറിയാം റെസ്പോണ്ട് ചെയ്യുക, സ്റ്റിമുലേക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകണം, നടക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബ്രെയിനോട് ഐ ഹാവ് ടു വാക്ക്. അപ്പോൾ ഞാൻ ആ സിഗ്നൽ എൻ്റെ ലെഗിന് കൊടുത്തിട്ട് എൻ്റെ ബോഡി അടക്കം അത് മൂവ്മെൻറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പോസിഷൻ അതാണ് ലെഗ് അല്ലേ? അപ്പോൾ കാല് വെച്ച് ഞാൻ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് റെസ്പോൺസ് സ്റ്റിമുലാണ്. അതേപോലെ തന്നെ നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഒരു ചൂട് വസ്തുവിനെ നമ്മൾ പെട്ടെന്ന് തൊടുമ്പോൾ നമ്മുടെ കൈ പെട്ടെന്ന് നമ്മൾ എടുത്തു മാറ്റും, അല്ലേ? കാരണം നമുക്കത് അറിയില്ല, അത് ചൂടാണോ എന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ തൊടുമ്പോൾ
അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഹീറ്റോ അല്ലെങ്കിൽ ഷോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹാൻഡ് ഇട്ട് പിന്നോട്ടേക്ക് എടുക്കും അല്ലേ മക്കളെ? ഈ ഒരു പ്രോസസ്സ് റിഫ്ലെക്സ് ആക്ഷനൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരും? നമ്മളെ റെസ്പോൺസ് ടു സ്റ്റിമുലേക്ക് നമ്മൾ പറയുന്നതാണ്. സോ ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നോക്ക്, ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോരോ ഇതുണ്ടാവില്ലേ, ജെനറ്റിക്സ് പോലെയുള്ള ജെനറ്റിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, ആ ഒരു വാരിയേഷൻസും കാര്യങ്ങളും ആ ഹെറിഡിറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് ഈ റെസ്പോൺസ് സ്റ്റിമുലയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയൻസ്. അതർവൈസ് നിങ്ങൾക്ക് ആഡ് ദാറ്റ്, അതായത് ആഡ് ഓൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് അഡാപ്റ്റേഷൻ ഉണ്ട് മക്കളെ. അഡാപ്റ്റേഷനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട്, ആനിമൽസിനായിക്കോട്ടെ പല രീതിയിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കുറച്ച് തണുപ്പുള്ള മേഖലയിൽ പോകുമ്പോൾ നമുക്കത് അഡാപ്റ്റ് ആവും, നമ്മുടെ ബോഡിക്ക് അത് അഡാപ്റ്റ് ആവും. പിന്നീട് പെട്ടെന്ന് വരുമ്പോൾ നമുക്കത് അഡാപ്റ്റ് ആവും. പിന്നീട് ഒരു ഹോട്ട് എയർ ഒരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ അതിന് അഡാപ്റ്റേഷൻ ലിവിങ് ഓർഗാനിസംസ് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ കേസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ എന്ത് ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഫോർ എന്താണ് ലിവിങ് ഓർഗാനിസം എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത്രയും കോൺസെപ്റ്റ്സ് സെറ്റ് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നും കൂടി ശ്രദ്ധിച്ചോ. വി ഹാവ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, body organization, consciousness, response stimuli, heredity, adaptation. So I hope the concept is clear alle makkale, concept set alle, ready alle? Okay. ഇനി നോക്ക്, ഓർഗനൈസേഷൻ ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെ ഉണ്ടാവാൻ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, നോക്കാം. നമുക്ക് എത്ര തരം ഓർഗാൻസ് ഉണ്ട് മെയിനായിട്ട്? ഒന്ന്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടാവില്ലേ മക്കളെ? സിംഗിൾ സെല്ലായിട്ടുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? സിംഗിൾ സെല്ലുള്ളത് അതാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. അതേപോലെ എന്താണ് അടുത്തതായിട്ട് നമുക്കുണ്ട്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അത് എന്താണ്? മെനി സെൽസ് ഉണ്ട് അല്ലേ? ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ല, മിനി സെൽസ് ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു മിനി സെൽസ് ഉദ്ദേശിക്കുന്നത് 1 or 2 ആ ഒരു രീതിയിൽ സെൽസ് ഉണ്ട്, കുറേ സെൽസ് ഉണ്ടെന്നാണ് അർത്ഥം, ടിഷ്യൂസ് പോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, യൂണിസെല്ലാർ ഓർഗാനിസം ഉണ്ട്, മൾട്ടി സെല്ലാർ ഓർഗാനിസം ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? എന്ന് ശ്രദ്ധിച്ചോ, ഒരു മോളിക്യൂൾസ് എങ്ങനെയൊക്കെയാണ് ഒരു രീതിയിൽ നമുക്കൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊരു ട്രയാങ്കിളിലൂടെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്താലോ മക്കളെ? റെഡി അല്ലേ? ശ്രദ്ധിച്ചോ, ഫസ്റ്റ് നമുക്കൊരു മോളിക്യൂൾസ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു മോളിക്യൂൾസ്, അത് വാട്ടർ മോളിക്യൂൾസ് ആവും, കെമിക്കൽ കോമ്പൗണ്ട്സ് ആവും. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾസ് ഉണ്ട്. അവിടെ കോംപ്ലക്സ് ആണ്, ഹൈലി കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിറ്റി കാരണം അവർ കുറച്ചും കൂടി ഇയേഴ്സ് കഴിഞ്ഞ്, എവല്യൂഷണറി പീരീഡ് കഴിഞ്ഞപ്പോൾ അതിന് ചെറിയ മാറ്റങ്ങൾ വന്ന് ഓർഗനൽസ് ആയിട്ട് മാറും. എന്താണ് ഓർഗനൽസ്? സെല്ലിൻ്റെ അകത്തുള്ള ബോഡീസ് അല്ലേ? സെല്ലിൻ്റെ അകത്തുണ്ടാവുന്ന കുറേ പാർട്സ്. നമ്മുടെ ഒരു ബോഡി, നമ്മുടെ ഈ ഒരു ബോഡിക്ക് നമുക്ക് എന്തുണ്ട്? ഹാർട്ട് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്. ഇതൊക്കെ എന്താണ് മക്കളെ? ഓർഗൻസ് ആണ്. അപ്പോൾ ഒരു സെല്ലിനെ സംബന്ധിച്ചോളം സെല്ലിനും കുറച്ച് ഓർഗൻസ് ഉണ്ടാവില്ലേ? പക്ഷെ നമ്മൾ ഓർഗൻസ് അല്ല പറയേണ്ടത്, നമ്മൾ എന്താ പറയുക? ഓർഗനൽസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ വഴി പല ഓർഗനൽസ് ഉണ്ടാവുന്നുണ്ട്. മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, അങ്ങനെയുള്ള ഓർഗനൽസ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളതൊരു സിംഗിൾ സെല്ലോ അല്ലെങ്കിൽ മൾട്ടി സെല്ലായിട്ടൊന്ന് മാറുന്നുണ്ട്. ആ സെല്ല് പിന്നീട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സെല്ലാവുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗ്രൂപ്പ് ഓഫ് സെൽസിന് നമ്മൾ വിളിക്കുന്ന പേര് ടിഷ്യൂസ് എന്ന് നമ്മൾ വിളിച്ചു. ആ ടിഷ്യൂസ് പിന്നീട് എന്തായിട്ട് മാറി? ഓർഗൻസ് ആയിട്ട് മാറി മക്കളെ. പിന്നെ ആ ഓർഗൻസ് ഒരു ബോഡിയിൽ സിസ്റ്റം ആയിട്ട് മാറി. അങ്ങനെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറി? ഒരു ഓർഗാനിസം ആയിട്ട് മാറി. ഇതാണ് മക്കളെ ഓർഗനൈസേഷൻ ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം. നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു സെല്ലിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ബോഡിയിലേക്ക് എത്തുന്നത്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയിലേക്ക് എത്തുന്നത്. അപ്പം അതിന് മുന്നേ എങ്ങനെയാണ് സെല്ലായത്? സെല്ല് എങ്ങനെയായത്? ഒരു മോളിക്യൂൾസ് കുറേ ഇയേഴ്സ് അതിൻ്റെ റിയാക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അത് എന്തായിട്ട് മാറുന്നുണ്ട് മക്കളെ? ഓർഗനൽസ് ആയിട്ട്. ഓർഗനൽസ് പിന്നീട് എന്താണ്? സെല്ലായിട്ട് മാറുന്നുണ്ട്. അത് പിന്നീട് ഒരു കംപ്ലീറ്റ് ബോഡി. എങ്ങനെയാണ് കംപ്ലീറ്റ് ബോഡി ആവുന്നത്? നോക്കാം. സെൽസ് പിന്നീട് ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്.
ടിഷ്യൂസ് പിന്നീട് ഓർഗൻസ് ആയിട്ട് മാറുന്നുണ്ട്, ഓർഗൻസ് പിന്നെ ബോഡി സിസ്റ്റം ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് അവരൊരു കംപ്ലീറ്റ് ബോഡി ആയിട്ട് മാറുന്നത്. നമ്മുടെ ഒക്കെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ജനറേഷൻ വൈസ് നോക്കും, നമ്മൾ ഈ ഒരു സെഞ്ചുറീസ് കടക്കുമ്പോൾ ഇത്രയും ഇയേഴ്സ് ബാക്ക് ആയിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്ക് സെല്ലുലാർ ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെ എവല്യൂഷണറി ആസ്പെക്ട്സിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു ചൈൽഡ് ബർത്ത് എന്താ പറയുക, ജനിക്കുന്ന ടൈമിൽ തന്നെ നമുക്കറിയാം ഒരു ഫസ്റ്റ് സിംഗിൾ സെല്ലെന്ന്, പിന്നെ അവിടെ ഡിവിഷൻ. അപ്പോൾ സെല്ല് തന്നെയാണ് അവിടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് പറഞ്ഞത്. ഇത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത രീതിയിലാണ് നമ്മളിവിടെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ മൈൻഡിൽ വെച്ചോ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റാണ് ഇത്? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരാൾ എലൈവ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് മക്കളെ? ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്തോ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ വി ഹാവ് എന്താണ് മക്കളെ? ഗ്രോത്ത് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് ഉണ്ട്. അത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആവാം, വിഡ്ത്ത് ആവാം, അതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഗ്രോത്ത് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ വി കോൾ ഇറ്റ് ആസ് ഗ്രോത്ത്, വളരുക എന്ന് നമ്മൾ ഇതിൽ പറയും. എന്നിട്ടോ റെസ്പോൺസ് ഉണ്ട്. അതായത് റെസ്പോൺസ് ടു എന്താണ്? സ്റ്റിമുലേക്ക് അനുസരിച്ചുള്ള റെസ്പോൺസ് അത് കാണിക്കുന്നുണ്ട്. സ്റ്റിമുലേക്ക് അനുസരിച്ചുള്ള റെസ്പോൺസ് അവ കാണിക്കുന്നുണ്ട്. പിന്നീടോ മെറ്റബോളിസം ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ്. അതായത് ബോഡി കാണിക്കുന്ന കുറച്ച് കെമിക്കൽ റിയാക്ഷൻസും കെമിക്കൽ പ്രോസസ്സുമാണ് അവിടെ പറയുന്നത്. പിന്നെ ഹെറിഡിറ്റി നമുക്കറിയാം, ജനറ്റിക്കലായിട്ടുള്ള ഒരു ഹെറിഡിറ്റ് വാരിയേഷൻസും കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് അറിയാം. അതേപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, ടെൻഡൻസി, അഡാപ്റ്റബിലിറ്റി എന്ന് നമ്മൾ പറയുന്നു. പിന്നീട് നമുക്കറിയാം പ്രൊഡക്ഷൻ ഓഫ് ന്യൂ വൺസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. പിന്നീട് ഓർഗനൈസേഷൻ, നമ്മളിപ്പോൾ തൊട്ടുമ്പേ ഡിസ്കസ് ചെയ്ത ഓർഗനൈസേഷൻ, സെല്ല് മുതൽ ഒരു ബോഡി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്ന ഒരു രീതി, ഒരു ഓർഡറാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. നോക്കാം, ലിവിങ് ഓർഗാനിസം ആർ എന്താണ്? സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇന്ററാക്റ്റീവ് സിസ്റ്റംസ് കാപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു ദ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇതാണ് എന്ത്? ഒരു ലിവിങ് ഓർഗാനിസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ശ്രദ്ധിച്ചോ, ലിവിങ് ഓർഗാനിസം ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. എന്താണ് മക്കളെ? സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്. ഇവോൾവിംഗ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ്. റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് ആൻഡ് റെഗുലേറ്റിംഗ്. എന്തൊക്കെയാണ്? റെപ്ലിക്കേറ്റിംഗ്, നമ്മുടെ സെൽസ് ഇങ്ങനെ വളരുന്നോറും റെപ്ലിക്കേറ്റ് ആവും. ഇവോൾവിംഗ് ആണ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ആണ് അല്ലേ? ആൻഡ് എന്താണ്? ഇന്ററാക്റ്റീവ് സിസ്റ്റം കാപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു സ്റ്റിമുലൈ. റെസ്പോണ്ടിങ് ടു സ്റ്റിമുലൈ എന്നും പറഞ്ഞൂടെ നമുക്ക്? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങ് പഠിച്ചോ. അതായത് ഗ്രോത്ത്, റെസ്പോൺസ്, സ്റ്റിമുലൈ, ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, അഡാപ്റ്റേഷൻ, ഹെറിഡിറ്റി, ഇതൊക്കെ കാണിക്കുന്ന ഓർഗാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇട്ടോ, ഫുൾ മാർക്ക് കിട്ടും. അവിടെ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കോൺസെപ്റ്റ് അറിയാവുന്നത് അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ്സ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി നോക്കാം. ഗ്രോത്തിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. മെയിനായിട്ട് ഗ്രോത്തിൻ്റെ കേസിൽ നോക്കാം, എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻസെൻട്രിക് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ എക്സെൻട്രിക്കും. ഇത് ഇന്റേണൽ, ഇത് ഇൻസെൻട്രിക്. ഇന്റേണൽ അഥവാ ഇൻസെൻട്രിക് ഗ്രോത്ത് എന്ന് പറയാം നമുക്ക്. എക്സ്റ്റേണൽ അഥവാ എക്സെൻട്രിക് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാം. ശ്രദ്ധിച്ചോ, ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പറുമാണ് ഗ്രോത്ത്. ഇൻക്രീസ് ഇൻ മാസും ഇൻക്രീസ് ഇൻ നമ്പറുമാണ് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ മാസ് കൂടും, അതേപോലെ തന്നെ എന്താണ്? നമ്പറും കൂടുന്നുണ്ട്. വിഡ്ത്ത് കൂടാം, അതേപോലെ തന്നെ നമ്മുടെ സൈസ് കൂടാം, അതേപോലെ തന്നെ നീളം വയ്ക്കാം. ഇതൊക്കെ എന്താണ്? ഉള്ളിലുള്ള ഇന്റേണൽ പ്രോസസ്സിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഗ്രോത്താണ്. അപ്പോൾ ഗ്രോത്തിനെ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് ഇന്റേണലും അതേപോലെ തന്നെ എക്സ്റ്റേണലും ഉണ്ട്. സോ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? എന്ന് ശ്രദ്ധിച്ചോ, പ്രോട്ടോപ്ലാസ്മിക് മാസ് ഓഫ് സെൽസ് ആണ് ഈ ഇൻക്രീസ് ഇൻ മാസ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അകത്തുള്ള സെൽസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ നമ്പർ ഓഫ് സെൽസിൽ ഇൻക്രീസ് ചെയ്യുന്നതും അത് പ്രോട്ടോപ്ലാസ്മിക് മാസ് ഓഫ് സെൽ, അതിൻ്റെ വെയിറ്റ് കൂടുന്നതും വെയിറ്റും ഇവിടെ നമ്പറും ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, എണ്ണവും മാസും. ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചോ, പ്ലാൻ ഗ്രോത്ത് എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക? പ്ലാൻ ഗ്രോത്ത് ഏത് രീതിയിൽ ഉണ്ടാവുക നോക്കാം.
മെയിനായിട്ട് കണ്ടിന്യൂസും റിസ്ട്രിക്റ്റഡ് ടു റീജിയൻസുമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, ചില റീജിയൻസ് അത് റിസ്ട്രിക്റ്റഡും ആയിട്ട് മാറും. കണ്ടിന്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ആര് കാണിക്കുന്നത്, നമ്മുടെ പ്ലാന്റ്സ് കാണിക്കുന്നത്. മെയിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അഥവാ അല്ലെങ്കിൽ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് പ്ലാന്റ്സ് കാണിക്കുന്നത്. ഇനിയോ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ആനിമലിന്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവുക മക്കളെ, ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഹോൾസം ആയിരിക്കും. ഡിസ്കണ്ടിന്യൂസ് ആണ്, അത് കണ്ടിന്യൂസ് ആയിരിക്കണം വളർന്നുകൊണ്ടിരിക്കുമോ, ഇല്ല. നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ അത് നിൽക്കും അല്ലേ. അത് ഏജ് കഴിഞ്ഞാൽ നമുക്ക് 21 ഇയേഴ്സോ 22 ഇയേഴ്സോ അല്ലെങ്കിൽ 23 മാക്സിമം 21 വരെ നമുക്ക് എന്താ പറയുക പിടിച്ച് നിൽക്കാൻ പറ്റും, നീളുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു ഗ്രോത്ത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു സ്റ്റേബിലിറ്റി തന്നെയാണ് ഹൈറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതിൽ വെയിറ്റ് ഇൻക്രീസ് ആവും. ഓക്കെ, അതൊരു ഗ്രോത്ത് തന്നെയാണ്. നോൺ ലിവിങ് തിങ്സ് ഷോസ് എക്സിൻട്രിക് ഗ്രോത്ത് ലൈക്ക് മൗണ്ടെയ്ൻസ്. അപ്പോൾ എക്സിൻട്രിക് ഗ്രോത്ത് കാണിക്കുന്നത് ആരാണ് മക്കളെ, എക്സിൻട്രിക് ഗ്രോത്ത് കാണിക്കുന്നത് ആരാണ്, നോൺ ലിവിങ് തിങ്സ് അല്ലേ, നോൺ ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സ് ആണ് എക്സെൻട്രിക് ആയിട്ടുള്ള, അതായത് പുറമേ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇങ്ങനെ എന്താ പറയുക, എക്സെൻട്രിക് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മൗണ്ടെയിൻ്റെ കേസ് എന്താണ് അത് എക്സെൻട്രിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് പിന്നീട് ഒരു എവല്യൂഷണറി പീരീഡ് നടക്കുമ്പോൾ അത് തകരാനും ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ അത് ഹൈ റൈസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നീടും ഡസ്റ്റ് പാർട്ടിക്കിൾസും എന്താ പറയുക സോയിൽ പാർട്ടിക്കിൾസും അക്യുമുലേറ്റ് ചെയ്താൽ എന്താവും, ഇതിൻ്റെ ഹൈറ്റ് ചാൻസ് കൂടും അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ എക്സെൻട്രിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസ് ഒന്നുമില്ല അതിൽ, മാസ് കൂടെ അങ്ങനത്തെ ഒരു സെൽ ഇൻഫ്ലുവൻസ് അല്ല. ഓക്കെ, സെൽഫായിട്ടൊരു റെഗുലേറ്റിംഗ് അല്ല അത്. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോത്തിൻ്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ഇസ് ക്ലിയർ, ഇസ് ഇറ്റ്? ഗ്രോത്തിന്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ, റെഡി അല്ലേ? ഓക്കെ, ഇനി നോക്കാം റീപ്രൊഡക്ഷൻ നോക്ക്. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻഡിവിജ്വൽസ് അല്ലേ, ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് നമ്മൾ പറയുക എന്ത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ മക്കളെ, ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഇനി നോക്ക്, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്കുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിനായിട്ട് ആനിമൽസിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റില്ലേ, ആനിമൽസിന്റെ കേസിൽ. അസെക്ഷലും നമുക്ക് ആരുടെ പ്ലാന്റ്സിൻ്റെ കയ്യിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. അപ്പോൾ റീപ്രൊഡക്ഷൻ ഈ ഒരു ടൈപ്പിൽ എക്സ്റ്റേണൽ ആവാം, നമുക്ക് സെക്ഷൽ ആവാം, അസെക്ഷൽ ആവാം റീപ്രൊഡക്ഷൻ. അപ്പോൾ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എന്താണ്, ഇതിൻ്റെ റിസൾട്ട് എന്താണ് മക്കളെ, ഇതിൻ്റെ ഔട്ട്കം എന്താണ്, ഒരു ന്യൂ വൺ അഥവാ ഓഫ് സ്പ്രിങ്ങിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് സിമ്പിളായിട്ടുള്ള പ്രോസസ് തന്നെയാണ് റീപ്രൊഡക്ഷൻ. അത് സെക്ഷലും ആവാം അസെക്ഷലും ആവാം. ഇപ്പോൾ ആനിമൽസിലുണ്ട്, പ്ലാന്റ്സിലുണ്ട്, മറ്റുള്ള ഓർഗാനിസത്തിലും ഉണ്ട് റീപ്രൊഡക്ഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ, കോൺസെപ്റ്റ് സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഓക്കെ, ഇനി നോക്ക് മെറ്റബോളിസം. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? ഓവറോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ. ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ എൻ ഓർഗാനിസം. എന്താണ് മക്കളെ സം ടോട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതായത് ഒരു ബോഡിയിൽ നമുക്ക് ഉണ്ടാകുന്ന പല ഹോർമോണൽ ആയിക്കോട്ടെ മറ്റുള്ള റിയാക്ഷൻസ് ആയിക്കോട്ടെ, എന്ത് റിയാക്ഷൻസും അതിന് ടോട്ടലായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, മെറ്റബോളിസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിൽ നമുക്കറിയാം അനബോളിസം ഉണ്ട്, കെറ്റബോളിസം ഉണ്ട്. ഒന്ന് കാറ്റബോളിസം, രണ്ട് ആനബോളിസം. അപ്പോൾ നോക്ക്, ലാർജ് മോളിക്യൂൾസ് ഫ്രം സൈറ്റോപ്ലാസം ടു അത് ഒന്ന് ബ്രേക്കിംഗ് ആണ്, ഒന്ന് എന്താണ് നോൺ ബ്രേക്കിംഗ് ആണ്. ഒന്ന് കാറ്റബോളിസം ആണ്. കാറ്റബോളിസം ആഡ് പ്ലസ് ആണ്, കാറ്റബോളിസം ഉണ്ടോ പ്ലസ് ആണ് കാറ്റബോളിസം, ഇത് അനാബോളിസം. സോ ആ ഒരു വേരിയേഷൻസ് നമ്മൾ അവിടെ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാം. ജസ്റ്റ് മെറ്റബോളിസത്തിലെ ATP എനർജി സിന്തസിസിങ്ങിൻ്റെ ഒരു പ്രോസസ്സിലാണ് നമ്മളിവിടെ കാറ്റബോളിസം അനബോളിസം നമുക്ക് പറയാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചോ, സ്മോളർ മോളിക്യൂൾസ്, അതായത് അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂട്രിയൻസ് കയറി പോകുമ്പോൾ മെറ്റബോളിസം നടക്കുമ്പോൾ അവിടെ അനബോളിസം നടന്നാൽ ഇൻ ദ ലാർജ് മോളിക്യൂൾസ്, അത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ സെൽ വാൾ, ഇതിനൊക്കെ ആ ഒരു പ്രോസസ്സ് നടക്കും. ആൻഡ് പിന്നീട് അത് കാറ്റബോളിസം ആകുമ്പോൾ അവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. എന്നിട്ടാണ് ആ ഒരു പ്രൊഡക്ട്സിൻ്റെ റിലീസ് ഓഫ് ഹീറ്റ് ആയിട്ട് മാറുന്നത്. എന്താ റിലീസ് ചെയ്യുന്നത് മക്കളെ? ഇവിടെ ഹീറ്റ് ആയിട്ട് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ, മെറ്റബോളിക് റിയാക്ഷൻസ്. ഓക്കെ അല്ലേ മക്കളെ? യു റെഡി ഫോർ ദാറ്റ്? ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താലോ? റെഡി അല്ലേ നിങ്ങൾ?
ശ്രദ്ധിച്ചോ, ബോഡി ഓർഗനൈസേഷൻ നമ്മൾ തൊട്ട് മുമ്പേ ക്ലാസ്സുകളിൽ സെഷനിൽ അടുത്ത പാട്ടിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത മുന്നേ പാട്ടിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. നമുക്കറിയാം എന്തൊക്കെയാണ് ബോഡി ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ. ശ്രദ്ധിച്ചെന്നാലും സെൽസിന്റെ കേസിൽ പിന്നീട് അവ എന്താവുന്നുണ്ട്, ടിഷ്യൂസ് ആവുന്നുണ്ട്. അപ്പൊ ചോദിക്കും സാറേ എന്താണ് ഈ ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് വർക്ക് ടുഗെദർ ആൻഡ് ഹാവിങ് സിമിലർ ഫംഗ്ഷൻസ്. പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടാവും, സിമിലർ ഫംഗ്ഷൻ ഉണ്ടാവും. ഇതിനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് സെൽസിനാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ടിഷ്യൂസ് എന്ന്, അല്ലെ? ഗ്രൂപ്പ് ഓഫ് സെൽസിനാണ് നമ്മൾ വിളിക്കുന്നത് ടിഷ്യൂസ്. റെഡി? ആ ടിഷ്യൂസ് പിന്നീട് ഓർഗനായിട്ട് മാറുന്നുണ്ട്. മെയ്ഡ് അപ്പ് ഓഫ് 2 or more tissues. ഒരു ഓർഗൻ എന്ന് പറയുമ്പോൾ 2 or more tissues കൊണ്ട് ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ത്? ഓർഗൻ. ക്ലിയർ അല്ലേ? ഓർഗൻ എന്താണ്? 2 or more tissues കൊണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ. അത് കഴിഞ്ഞിട്ട് നോക്ക്, പിന്നീട് അതൊരു സിസ്റ്റമായിട്ട് മാറുന്നുണ്ട്. സിസ്റ്റം ഓഫ് ഓർഗാനിസത്തിൻ്റെ. അപ്പോൾ ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഓർഗൻസ് ആൻഡ് വർക്ക് ടുഗെദർ ടു പെർഫോം എ ഫംഗ്ഷൻ. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഓർഗൻസ് ഒരു ബോഡിയിൽ പല ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഓർഗൻ ലെവൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ ആരുടെ കേസിൽ നമ്മൾ പറഞ്ഞു? ആനിമൽസിന്റെ കേസിൽ പറഞ്ഞു. എന്നിട്ട് ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നുണ്ടോ? ആനിമൽസിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്ലാന്റ്സിന്റെ കേസിലേക്ക് എടുത്തു വരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് മക്കളെ? പ്ലാന്റ്സിന്റെ കേസിൽ വരുമ്പോൾ സെല്ലിന്റെ കേസ് നോക്ക്. സെല്ലിന്റെ കേസ് പറഞ്ഞു. സെല്ല് പിന്നീട് ഒരു ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്, ഓർഗൻ ആയിട്ട് മാറുന്നുണ്ട്, സിസ്റ്റം ആൻഡ് ഫൈനലി ടു ആൻ ഓർഗാനിസം. സോ സിമിലർ വേ, ആ രണ്ട് മെത്തേഡ്സും സിമിലർ തന്നെയാണ്. അപ്പോൾ സെല്ലിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും, അല്ലാതെ വേറെ പ്രശ്നങ്ങളും അതിലൊന്നും കാര്യങ്ങളില്ല. സോ ഇതാണ് എന്ത്? ബോഡി ഓർഗനൈസേഷൻ. അപ്പോൾ ബോഡി ഓർഗനൈസേഷൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ മക്കളെ നമുക്ക്? സെറ്റല്ലേ? റെഡി അല്ലേ? ഓക്കെ. എന്ന് നോക്ക്, കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, എബിലിറ്റി ആണ്. എന്തിൻ്റെ എബിലിറ്റി? ദ എബിലിറ്റി ടു എക്സ്പീരിയൻസ് ഓർ ഫീൽ വേക്ക്ഫുൾനെസ് അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്കൊരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടുമായിട്ട് നമുക്കൊരു അവയർനെസ് ഉണ്ട്, അതിൻ്റെ ഒരു എബിലിറ്റി. ഈ ഒരു മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. എബിലിറ്റി ടു സെൻസ്, റെസ്പോണ്ട് എന്നൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെസ്പോണ്ട് ടു എന്താണ്? ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റുമായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് എന്താണ്? നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ വേക്കപ്പ് പ്രോസസ്സാണ്. നമ്മൾ ഉണർന്നിട്ടാണുള്ളത്. നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്ക് എന്തൊരു കാറ്റടിച്ചാൽ കാറ്റടിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ബോധം. അതിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ തണുത്ത കാറ്റാണ്, അതിനനുസരിച്ച് നമ്മൾ ഒരു പുതച്ച് മൂടണം എന്നൊരു അഡാപ്റ്റബിലിറ്റി. അതാണ് ഈ കോൺഷ്യസ്നെസ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺഷ്യസ്നെസ്സിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നത്. സോ ക്ലിയർലി? അപ്പോൾ കോൺഷ്യസ്നെസ് എന്താണ്? ദ എബിലിറ്റി ടു എക്സ്പീരിയൻസ് ഓർ wakefulness ഓഫ് സെൽഫ് അവയർനെസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ? എന്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഇതൊക്കെ കോൺഷ്യസ്നെസ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഓർഗാനിസം. നമുക്കറിയാം ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വാരിയസ് ആയിട്ടുള്ള കൾച്ചേഴ്സ്, അതിന്റെ കാര്യങ്ങൾ വാരിയസ് ഡിഫറൻസ് ആയിരിക്കും. ഫുള്ള് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ഡൈവേഴ്സിറ്റിയിലുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എർത്തിന്റെ കേസ് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം നമ്മുടെ എർത്തില് എത്ര പലതരം ഓർഗാനിസംസ് ഉണ്ട്, അല്ലെ? നമ്മുടെ എർത്തില് ലൈഫ് ഉണ്ട്, അല്ലേ മക്കളെ? അതുകൊണ്ട് തന്നെ എന്താണ്? ഏകദേശം 1.7 ബില്യൺസ് എന്തുണ്ട്? പ്ലാന്റ്സ് ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും കേട്ടോ. ആൻഡ് ഏകദേശം 1.3 ബില്യൺ എന്തുണ്ടാവും? ആനിമൽസും ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ പുറമെ അതർ ഓർഗാനിസംസ് ഉണ്ടാവും, അല്ലേ മക്കളെ? വേറെ കുറെ ഓർഗാനിസംസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. സോ ദാറ്റ് ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ആണ്. കാരണം അതിൽ സൈസ് വേറെ ആയിരിക്കും, അല്ലേ? അതിന്റെ എന്താ പറയാ, വിഡ്ത്ത് ഒക്കെ വേറെ ആയിരിക്കും. വിഡ്ത്ത്, ഫങ്ഷൻസ്, അത് കഴിക്കുന്ന ഫുഡ്, അതേപോലെ തന്നെ അതിന്റെ ന്യൂട്രീഷൻ, ഇതൊക്കെ എന്താണ്? ഡൈവേഴ്സ് ആണ്. ഇതൊക്കെ എന്തായിരിക്കും മക്കളെ? ഡൈവേഴ്സ് ആണ്. അതായത് പ്ലാന്റ്സിനെ പോലെ ഇരിക്കും ആനിമൽസ് അല്ല, അത് ഡൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വാരിയസ് ഫീച്ചേഴ്സ് ഉണ്ട് അതില്. അതുകൊണ്ട് തന്നെ വാരിയസ് ഡൈവേഴ്സിറ്റി ആണ് അതിൽ
റോള് വഹിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. സോ അതായത് ഓരോരോ ഏരിയാസ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഏർത്തിൽ തന്നെ നമുക്കറിയാം അവിടെ പല രീതിയിലുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. വി ഹാവ് എന്താണ് ടെറസ്ട്രിയൽ ആനിമൽസ് ഉണ്ടാവും, പിന്നെയോ അക്വാറ്റിക് ഉണ്ടാവും. അപ്പോ ഇതിനൊക്കെ എന്താണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് ഓർഗാനിസത്തിന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കറിയാം ഒരുപാടധികം ഓർഗാനിസം ഉണ്ടാവും. അതിന്റെ കേസിൽ നമുക്ക് എന്താ പറയാ, ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ തന്നെ പ്ലാന്റ്സിൽ തന്നെ നമ്മൾ പ്ലാന്റ്സ് മാത്രമാണോ? അല്ല, അതിൽ തന്നെ എന്താണ് മക്കളെ, shrubs ഉണ്ടാവും, ട്രീസ് ഉണ്ടാവും, ഹെർബ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള രീതികളിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആനിമൽസിന്റെ കേസിലാണെങ്കിലോ അത് അക്വാറ്റിക് ഉണ്ടാവാം, ടെറസ്ട്രിയൽ ആനിമൽസ് ഉണ്ടാവാം. ഈ ഒരു രീതി നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഡൈവേഴ്സ് ആണ്. അതേപോലെ തന്നെ പുതിയ പുതിയ ബാക്ടീരിയാസ്, വൈറസുകൾ, അങ്ങനെ പല ഓർഗാനിസംസും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒരു ഏർത്ത് എന്ന് പറയുമ്പോൾ, ഒരു ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വാരിയസ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ഡൈവേഴ്സിറ്റി എന്താണ്, ലീവിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയാസ് ഒക്കെ അതിലും ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഡൈവേഴ്സ് ഫീച്ചേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കറിയാം അതിന്റെ ഹാബിറ്റേറ്റ്സും ഡിഫറെന്റ് ആയിരിക്കും. ദേ വിൽ ബി ഹാവിങ് എന്താണ് മക്കളെ, ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ടാവും, ഹാബിറ്റേറ്റ്സ് ഉണ്ടാവും. ഹാബിറ്റേറ്റ്സ് എന്താ ഉണ്ടാവുക, ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ഫങ്ഷൻസും അവരുടെ ക്രൈറ്റീരിയാസും ഒന്ന് വ്യത്യാസം ഉണ്ടാവും. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഓർഗാനിസം ഡൈവേഴ്സ് ആണെന്ന് പറയാനുള്ള കാരണം. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടിയല്ലോ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ടാവും. അതായത് ചില ഏരിയാസിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മൗണ്ടൻ റീജിയൻസിലൊക്കെ അവിടെ റിച്ച് ആയിരിക്കും. നല്ല റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. അല്ലെ മക്കളെ? റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. ഇപ്പൊ ചില ഏരിയാസ്, ഇപ്പൊ മൗണ്ടൻ റീജിയൻസ് എസ്പെഷ്യലി നിങ്ങളുടെ പിക്ചർ ആണ്. ഈ മൗണ്ടൻ റീജിയൻസിൽ വാരിയസ് ഡിഫറെന്റ് സ്പീഷീസ് ആയിട്ടുള്ള എന്തുണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും, ആനിമൽസ് ഉണ്ടാവും, പുതിയ ഓർഗാൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു ഏരിയയിൽ, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ, ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ എന്തുണ്ടാവും, പല രീതിയിൽ എന്താണ് റിച്ച് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവും. അതായത് റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്, ഈ ഓർഗാനിസം മാക്സിമം ആണ്, അതിന്റെ ലെവൽ ഓഫ് ലിവിങ് മാക്സിമം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ മൗണ്ടൻ റീജിയൻസിലാണെങ്കിൽ അവിടെ പ്ലാന്റ്സിന്റെ അളവ് കൂടുതലായിരിക്കും, ആനിമൽസ് കൂടുതലായിരിക്കും. അപ്പോ അവരുടെ ഡൈവേഴ്സിറ്റി എന്തായാലും എന്താവും മക്കളെ, ഇൻക്രീസ് അല്ലേ ഉണ്ടാവുക, ഡൈവേഴ്സിറ്റി കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്, ഡൈവേഴ്സിറ്റി കൂടുമ്പോൾ അങ്ങനെയുള്ള ഏരിയാസിനെ നമ്മൾ എന്ത് വിളിക്കും, നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നു. ഹോട്ട്സ്പോട്ട് എന്നൊരു ടേമിൽ നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതാണ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് റിച്ച് ബയോഡൈവേഴ്സിറ്റി ആണ്. പിന്നെ ഹിമാലയൻ റീജിയൻ, വെസ്റ്റേൺ ഗട്ട്സ്, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് ഹിമാലയൻ റീജിയൻ, വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഹിമാലയൻ റീജിയൻ, ഇതൊക്കെയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത്. സോ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇനിയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ എന്താണ് അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമുക്കറിയാം നമുക്കെല്ലാം ഓരോരോ പേരുണ്ട് അല്ലേ മക്കളെ? നമുക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ട്. ഇപ്പൊ ഓരോരോ കുട്ടികൾക്കും അവരുടെ പേരുണ്ട്. അപ്പൊ ഈ പേര് എന്തിനാണ് മെയിൻ ആയിട്ട്, എന്തിനായിരിക്കും പേരുണ്ടാവുക? ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും, അങ്ങനെയുള്ള പല റീസൺസ് ഉണ്ട്. ഒന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് വിളിക്കാനും ഒക്കെ നമുക്കൊരു പേരുണ്ട്. അതേപോലെ എങ്ങനെയാണ് പ്ലാന്റ്സിനെയും ആനിമൽസിനും ഒക്കെ നമ്മൾ പേരിടുന്നത്, അതെങ്ങനെയാണ്, ആരാണ് ഈ പേരൊക്കെ നിർണ്ണയിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ട മക്കളെ. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ കുറച്ച് ഏജൻസീസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം മക്കളെ. എന്താണ് മക്കളെ ഈ IUCN? എന്താണ് മക്കളെ IUCN? അറിയാവോ? ശ്രദ്ധിച്ചോ, ഇന്റർനാഷണൽ അപ്പൊ ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്റർനാഷണൽ എന്താണ്, യൂണിയൻ ഫോർ എന്താണ്, കൺസർവേഷൻ ഓഫ് നേച്ചർ.
ഓഫ് നേച്ചർ ആണ് IUCN എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ ഏജൻസി ആണ്. അതായത് ഇതാണ് നിർണ്ണയിക്കുന്നത് മെയിനായിട്ട് ഇതിന്റെ കൺസർവേറ്റീവ്സ് കാര്യം, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതേപോലെ വെൽഫെയർ, ആനിമൽ പ്ലാന്റ്സ് വെൽഫെയർ, ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്തതും അതിനെ കൺസർവ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും ആളാണ്. ആ ഒരു ഏജൻസിനെ നമ്മൾ പറയുന്നത് IUCN. ഇനി ശ്രദ്ധിച്ചോ, അതിനിടയിൽ വേറൊരാൾ കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ആനിമൽസിന്റെ കേസിലും ഉണ്ടാവും, പ്ലാന്റ്സിന്റെ കേസിലും ഉണ്ടാവും, ആനിമൽസിന്റെ കേസിലും ഉണ്ടാവും. പ്ലാന്റ്സിന്റെ കേസിലും ഉണ്ടാവും, ആനിമൽസിന്റെ കേസിലും ഉണ്ടാവും. അപ്പോ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറയും IUCBN. എന്താണ് ICBN? ICBN, ഓക്കെ, ICBN എന്തായിരിക്കും നോക്കാം. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അല്ലേ? അതായത് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പൊ ബോട്ടണി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി അല്ലേ? ബൊട്ടാണിക്കൽ എന്താണ് നോമൻക്ലേച്ചർ, അതായത് പ്ലാന്റ്സിന്റെ പേര് കൊടുക്കുന്ന ഒരു ഏജൻസി ആണ് നമ്മുടെ ICBN എന്ന് പറയുന്നത്. അപ്പോഴും മക്കളെ ആനിമൽസിന്റെ കേസിലാവുമ്പോൾ എന്തായിരിക്കും? ICZN ആവില്ലേ? അതായത് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. ഇതാണ് ഏജൻസീസ്, ഇതാണ് നോമൻക്ലേച്ചർ ഡിസൈഡ് ചെയ്യുന്ന ഏജൻസീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, ഈച്ച് നെയിം നമ്മളൊരു പേരിടുമ്പോ നമുക്കറിയാം അത് നമ്മൾ എന്താണ് വിളിക്കുന്നത്, അതിനെ സയന്റിഫിക് നെയിം എന്നാണ് നമ്മൾ അതിനെ പറയാ അല്ലേ? നമ്മൾ എന്താ മക്കളെ പറയാ? സയന്റിഫിക് നെയിം എന്നാണ് നമ്മൾ അതിനെ പറയാ. നമ്മൾ പറയുന്നതാണ് സയന്റിഫിക് നെയിം എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഈച്ച് നെയിം ഹാസ് ടു കോമ്പണന്റ്സ്. എന്താണ് ആ കോമ്പണന്റ്സ്? എന്തൊക്കെയാണ്? രണ്ട് കോമ്പണന്റ് ഉണ്ട്, ടു കോമ്പോണന്റ്സ് ഉണ്ട് നമുക്ക് ഒരു പേരിന്. കോമ്പോണന്റ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോ, ജനറിക് നെയിം ആണ്. എന്താണ് ജനറിക് നെയിം? അപ്പോൾ ജനറിക് നെയിം എന്ന് പറയുമ്പോൾ ജനറ്റിക് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള അതിനൊരു പേര് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് അതിന്റെ ജനറിക് നെയിം എന്ന രീതിയിൽ നമുക്ക് പറയുന്നത്. പിന്നീടോ സ്പെസിഫിക്, രണ്ടാമത് നമുക്ക് ഉണ്ടത് സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നൊരു പേരാണ് ഉണ്ടാവുക. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നൊരു പേരാണ് അതിന് അടുത്തായിട്ട് ഉണ്ടാവുക. എന്താണ് സ്പെസിഫിക് എപ്പിത്തറ്റ്? അപ്പോ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ ഒരു സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് ദീസ് ബൈനോമിയൽ ഈസ് നോൺ ആസ്, എന്താണ് ഈ ഒരു പേര് കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നു. ബൈനോമിയൽ ഉദ്ദേശിക്കുന്നത് ബൈ രണ്ട് തരം, രണ്ട് രീതിയിൽ കണ്ടോ, രണ്ട് രീതിയിലുള്ള പേര് നമ്മൾ കൊടുക്കും. ഒരു പേര് തന്നെ രണ്ട് രീതിയായിട്ട് നമ്മൾ കൊടുക്കും സയന്റിഫിക് നെയിംസ്. അപ്പോൾ അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ മൈൻഡിൽ വെക്കുക. സോ ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് നെയിം വിത്ത് ടു കോമ്പണന്റ്സ് നോൺ ആസ്, എന്താണ് മക്കളെ? ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതിന് നമ്മൾ എന്താ പറയുന്നത്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് പറയാം. ഓക്കെ, ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റെഡി? ശ്രദ്ധിച്ചോ, ദ സിസ്റ്റം ഈ സയന്റിഫിക് നെയിമിന് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇത് കൊണ്ടുവന്നത് കാൾ ലിനീസ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഡിസ്കവറീസിൽ ആണ് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു പേരിടണം, ഇങ്ങനെയാണ് അതിന്റെ റൂൾസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ടാക്സോണമിക്ക് എന്താ പറയാ, ആ റൂൾസ് നമുക്ക് എങ്ങനെയാണ് നെയിമിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്താലോ? നോക്കാം. നമുക്ക് സയന്റിഫിക് നെയിം ഓഫ് മാംഗോ എന്താണ്? മാംഗിഫെറ ഇൻഡിക്ക. നീറ്റിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. മാംഗിഫെറ ഇൻഡിക്ക. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു നോർമൽ ഒരു എക്സാമിന് എഴുതിയാൽ മാർക്ക് കിട്ടും. പക്ഷെ നീറ്റിന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, എന്താണ് മാംഗോന്റെ സയന്റിഫിക് നെയിം? അതിന്റെ ഓപ്ഷൻസ് എന്താണോ? മാംഗിഫെറ ഇൻഡിക്ക, മാംഗിഫെറ ഇൻഡിക്ക എൽ, മാംഗിഫെറ ഇൻഡിക്ക വേറെ എന്തോ ഒരു നെയിം കൂടി ഉണ്ട്. അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ്.
അപ്പൊ അതിൽ ഏതാ നിങ്ങൾ ചൂസ് ചെയ്യുക? മാംഗിഫെറ ഇൻഡിക്ക ലിനൻ ആണ്, എല്ലാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കറക്റ്റ് ആൻസർ കേട്ടോ. പക്ഷെ നമ്മൾ ഒരു നോർമലി എഴുതുമ്പോൾ അത് മാംഗിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മതി. സോ ഇതിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മാംഗിഫെറ അതിന്റെ എന്താണ് മക്കളെ? ഇത് എന്താണ്? അതിന്റെ ജനറിക് നെയിം ആണ്, ജനറിക് നെയിം ആണ്, അല്ലെങ്കിൽ ജീനസ് ജനറിക് ആയിട്ടുള്ള നെയിം ആണ്. ആൻഡ് ഇൻഡിക്ക എന്ന് പറഞ്ഞത് എന്താണ്? സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ഇത് കണ്ടുപിടിച്ച ആളെ സയന്റിസ്റ്റിന്റെ പേര്, അങ്ങനെ നമുക്ക് ഡിസ്കവർ ചെയ്ത ആളെ പേര് നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈ നെയിമിങ്ങിന്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത്. സോ ലിവിങ് വേൾഡ് നമ്മൾ എന്താ പറയാ, ഇനി ഓർഗാനിസത്തിനെ കണ്ടാൽ അതിന്റെ പേര് കൊടുക്കാതെ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്തായാലും പഠിക്കണം, എടുത്ത കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ ബൈ.